ദൈവമക്കളെ, നമ്മളെ നടത്തുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു യാഗത്തിനായിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവമക്കൾ പറഞ്ഞ ഏത് യാഗമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്? സ്തോത്രമെന്ന യാഗം ഇടവിടാതെ അർപ്പിക്കുവാനാണ് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. മധുരങ്ങളൊന്ന് തുറന്ന് കണ്ണുകളൊന്ന് അടച്ച് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നീ കണ്ണ് തുറന്ന് കൈകളടയ്ക്കുവാനല്ല ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നത്. നിന്റെ പുറത്തുള്ള ചിന്തകളെ മാറ്റിക്കൊണ്ട് നിന്റെ ആദരങ്ങളെ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്ത്. നിന്റെ ആദരങ്ങളെ ഒന്ന് തുറക്കട്ടെ. നിന്റെ കൈകളൊന്ന് അടിച്ചാട്ടെ. ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും കർത്താവ് നൽകിയില്ലേ? ഹല്ലേലൂയ. നന്മയെ ഓർത്തുകൊണ്ട് നിന്റെ ഹൃദയത്തെ തുറക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിന്റെ ഹൃദയത്തെ തുറക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, കഴിഞ്ഞ 6 ദിവസവും നീ നടത്തിയ വഴികളെ ഒന്ന് ഓർക്കണം. ദൈവം നിന്നെ പരിപാലിച്ചു. നിന്റെ ദേശത്ത് ആയിരുന്നവര് അനേകര് വീട്ടുപോയപ്പോൾ, അനേകര് രോഗികളായി മാറിയപ്പോൾ, നിന്നെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെ ദൈവം നിന്നെ നിർത്തിയെങ്കിൽ പ്രിയരെ, നീ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം. സ്തുതികളുടെ മധ്യയാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ സ്തുതിക്കുന്നത് എത്രയോ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയാക്കുക. നമ്മൾ അടുത്ത് നിൽക്കുന്ന വ്യക്തി നമ്മളെ കൈകൾ അടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുവാനല്ല. നിനക്ക് ദൈവം നിന്നെ നടത്തിയ വഴികൾക്ക് എങ്ങനെ നിനക്ക് നിൽക്കുവാൻ കഴിയും? ദൈവസന്നിധിയിൽ അതിരം തുറക്കാതെ നിനക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും? നീ ഒരു എരിവുള്ളവനായി തീരട്ടെ. നിന്റെ ബലഹീനതയിൽ ബലം പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ, നീ ഒരാൾ പറഞ്ഞത് കൊണ്ടല്ല, ഒരാൾ നിന്നോട് സ്തോത്രം ചെയ്യാൻ പറഞ്ഞത് കൊണ്ടല്ല, ദൈവദാസർ സ്തോത്രം ചെയ്യാൻ പറഞ്ഞത് കൊണ്ടല്ല, ഒരു സഹോദരൻ സ്തോത്രം ചെയ്യാൻ പറഞ്ഞത് കൊണ്ടല്ല, എൻ്റെ കർത്താവേ, അങ്ങ് നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ഞാൻ നിന്നെ ശക്തിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടണം. സ്തോത്രം. ദൈവസ്ഥൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടെങ്കിലേ ദൈവസ്ഥനിലെ ആരാധന വെളിപ്പെടത്തുള്ളൂ. ഒരു പാട്ടിലോ 2 പാട്ടിലോ തീരുന്നതല്ല. പാട്ടല്ല ആരാധന. സ്തോത്രം. ഹല്ലേലൂയ. നിന്നിൽ നിറച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ചലനമില്ലാതെ അത് നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നവരാണ് ഈ ലോകത്തിൽ. നീ പലരിലും ആശ്രയിച്ചാലും പ്രശ്നങ്ങൾ നിനക്ക് കൂടിയപ്പോഴും, വിഷയങ്ങൾ നിന്റെ മധ്യ കടന്നു വന്നപ്പോഴും അവൻ നിന്നെ കരുതിയില്ലേ? അവൻ നിന്നെ പരിപാലിച്ചില്ലേ? അവൻ നിന്നെ ആശ്വസിപ്പിച്ചില്ലേ? അവന്റെ കരത്തിന് ചേർത്ത് നിന്നെ നിർത്തിയില്ലേ? ആ നന്മയെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭാരം ദുഃഖം ഏറിയപ്പോൾ, മാനം നൊന്തു കലങ്ങിയപ്പോൾ, ഭാരം ദുഃഖം ഏറിയപ്പോൾ, മാനം നൊന്തു കലങ്ങിയപ്പോൾ, ചാരയണച്ചു ആശ്വാസം നൽകി, ചാരയണച്ചു ആശ്വാസം നൽകി, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നത് വലിയ അനുഗ്രഹമായി തീരുവാൻ, ദൈവസന്നിധിയിലെ ദൈവത്തെ ശക്തമായി ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ, നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ലജ്ജയില്ലാതെ ആരാധിപ്പാൻ, ഇന്നൊരാത്മീയ ബലം നമ്മൾ പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കണ്ണീരോടെ വിതയ്ക്കുന്നവനെ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. നിന്റെ ഉള്ളുകളെ അറിയുന്നവൻ 2 3 പേരുടെ നാമത്തിൽ ഇവിടെ കൂടി വരുന്നുവോ അതിന്റെ മധ്യേ കടന്നു വരാമെന്ന് പറഞ്ഞ കർത്താവ്
അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. അവിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തെ ഒന്ന് നീ തുറക്ക്, നിന്റെ ഉള്ളുകളെ ഒന്ന് നീ തുറക്ക്. കഴിഞ്ഞ 6 ദിവസം നടത്തിയ വഴികളെ ഒന്ന് ഓർക്ക്. ദൈവമേ, നീ എന്നെ പരിപാലിച്ചല്ലോ, നീ എന്നെ സൂക്ഷിച്ചല്ലോ, എൻ്റെ ബലഹീനതകൾ കണ്ടിട്ടും നീ എന്നെ സ്നേഹിച്ചല്ലോ, നിന്റെ കരുതലുണ്ടായല്ലോ, നിന്റെ പരിപാലനം ഉണ്ടായല്ലോ. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല, എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നാട്ടെ. ദൈവസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തിയല്ല നമ്മൾ നോക്കുന്നത്, ദൈവത്തെയാണ് നമ്മൾ നോക്കുന്നത്. ആ നിറവിലേക്ക് നമ്മൾ കടന്നു വരേണം, ആ നിറവിലേക്ക് നമ്മൾ കടന്നു വരേണം, ആ നിറവിലേക്ക് നമ്മൾ കടന്നു വരേണം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പകൽ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്നവർ, ബലവാനെന്ന് പറയുന്നവർ കർത്താവെ അനേകരെ വിട്ടുപോയപ്പോൾ, ഇന്ന് പകൽ കാണാതിരുന്നപ്പോൾ ഒരു പകലിന്റെ ആരംഭം കൂടി കാണുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. എൻ്റെ പാദപീഠത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആത്മശക്തിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മബലത്തോടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ ഇന്ന് ഇന്നിൽ ബലഹീനതയിട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, പോരാടുന്ന എല്ലാ പോരാട്ടങ്ങളിൽ നിന്ന് ദൈവമക്കളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി, മാനുഷിക ചിന്തകളിൽ നിന്ന് അവരെ വിടുവിക്കണമേപ്പാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ഇന്ന് നിന്റെ ജനമായിരിക്കുന്ന ചെറിയ കൂട്ടമായിരിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണോ അന്തലെ ചീരതാലഘടക സമ്പൽ ബൗഡകരന്തല യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ചില കെട്ടുകൾ അടിയട്ടെ, ആരാധനയോട് വെല്ലുവിളിക്കുന്ന ചില ബന്ധനങ്ങൾ എരിയട്ടെ, ഞാനെന്നുള്ള ഭാവം മാറട്ടെ, ശത്രുവിന്റെ കോട്ടകൾ അഴിയട്ടെ. ഹല്ലേലൂയ. അന്തൽ ഘടകലം ചീരതാലഘടക സമ്പൽ ബൗഡ. ഹല്ലേലൂയ. ആ എരിയോ മതിൽ തകർന്നു വീണത് നിന്റെ ജനം ഒന്നിച്ച് ആർപ്പെട്ടപ്പോഴാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില കെട്ടുകൾ അഴിയണം, ചില ബന്ധനങ്ങൾ അഴിയണം, ചില അന്ധകാര കെട്ടുകൾ അഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തടസ്സമിടുന്ന ആലയത്തിന് നേരെ, ദൈവമക്കൾക്ക് നേരെ ഇരുട്ടനുഭവിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ വിടുവിക്കണമേ. ഒരു ഉണർവുള്ളവരായി തീരട്ടെ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. ഞങ്ങൾ മനുഷ്യനിലല്ല ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഇന്നൊരു നിറവോടെ കടന്നു പോകണം. കടന്നു വന്നത് പോലെയല്ല, ഒരു വലിയ അനുഗ്രഹം തന്നെ പ്രാപിച്ച് ചില കെട്ടുകൾ അഴിഞ്ഞ്, ആരാധനയോട് വെല്ലുവിളിക്കുന്ന കെട്ടുകൾ അഴിയുവാൻ, പ്രാർത്ഥനയോട് വെല്ലുവിളിക്കുന്ന കെട്ടുകൾ അഴിയുവാൻ, ആത്മീയ മണ്ഡലത്തിൽ ഞങ്ങളെ തടസ്സമിടുന്ന എല്ലാ കെട്ടുകളും അഴിയുവാൻ തക്കവണ്ണോ ഇന്ന് ഞങ്ങളെ ശാക്തീകരിക്കുന്നതിനായി സ്തോത്രം. ദൈവ സാന്നിധ്യം ഞങ്ങളെ മധ്യ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ മധ്യേ ഉള്ളത് ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കരുത്താവേ, ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പാടുവാൻ പ്രാർത്ഥിപ്പാൻ എല്ലാം ഞങ്ങൾക്ക് കൃപ തരയണോ. അങ്ങയുടെ സാന്നിധ്യം കൂടിയിരുന്നാട്ടെ, മഹത്വം അങ്ങെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. രണ്ട് കൈകളെ അടിച്ച് കർത്താവിനൊന്ന് നമുക്ക് ശക്തമായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. രണ്ട് കൈകളെ അടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. നിന്റെ കൈകൾക്ക് ദൈവം ഹല്ലേലൂയ ഒരു കുഴപ്പങ്ങളും തന്നിട്ടില്ലെങ്കിൽ നീ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഒരു സഹോദരൻ പറഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ അല്ല നീ കൈയടിക്കുന്നത്. എൻ്റെ ദൈവം നടത്തിയ നന്മകൾക്കായി സ്തോത്രം, എൻ്റെ ദൈവം നടത്തിയ നന്മകൾക്കായി സ്തോത്രം, സ്തോത്രം. സമാധാനമില്ലാതെ ഞാൻ കിടന്നു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. ആ പാട്ടുകാരൻ പറയുന്നത് അങ്ങനെയാണ്. സമാധാനമില്ലാതെ നീ കിടന്നിരുന്ന അവസ്ഥയിൽ ഈ ലോകം തരാത്തൊരു സമാധാനമായി കർത്താവ് നിന്റെ അടുത്ത് വന്നെങ്കിൽ നീ ദൈവത്തെ പാടി സ്തുതിക്ക്. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ഏകയാശ്രയമേ. ഞാനെന്നു സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ഏകയാശ്രയമേ. ഞാൻ
സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ഏകയാശ്രയമേ. ഞാനെന്നു സ്തുതിക്കും, ഞാനെന്നു വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. നല്ല ഇടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തോ. നല്ല ഇടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിച്ചു, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ എന്നെ ശാസിച്ചു, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ഏകയാശ്രയമേ. ഞാനെന്നു സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നു സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ കിടന്നു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ഏകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതി, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ കിടന്നു, യേശു സമാധാനമായി എന്റെ അരികിൽ. സമാധാനമില്ലാതെ ഞാൻ കിടന്നു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തും. അവൻ യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലെ ഏകയാശ്രയമേ. ഞാനെന്നു സ്തുതിക്കും, വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നു സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നു സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം.
എനിക്കെത്രയാനന്ദം. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിൽ ആശ്രയമോ അതു ഒന്നെനിക്കഭയോ. ദൈവത്തിൽ ആശ്രയമോ അതു ഒന്നെനിക്കഭയോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ആമേൻ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ആമേൻ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമെന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ജീവമെന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ലോകത്തിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ലോകത്തിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിൽ ആശ്രയമോ അതു ഒന്നെനിക്കഭയോ. ദൈവത്തിൽ ആശ്രയമോ അതു ഒന്നാണ് എനിക്ക് ഭയോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ആമേൻ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്ന് കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്ന് കൂടെയുള്ളതാൽ. ആമേൻ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്ന് കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. 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 ആമേൻ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഘടകല ചീരബലൗടെ സമ്പൽ ഘടകെ വരി രക്തം യേശുവ രക്തം രക്തല ധീര ധീരബലം
അന്തല ചീരബലൗടെ അന്തല കടകല കെട്ടും അമ്പൽ കടകം മടപം പൗഡ യേശുവരത്തല രബലൗടെ അന്തൽ കടകെ അടബല ചീരെ തലകടകെ ചീരക്കെട്ടും അമ്പൽ പൗഡ തലകടകല ജാലക്കടകല ധീരബലം ദേ തമ്പൗടെ യേശുവരത്തല ധീരബലൗഡോ തലകടകല ചീരക്കെട്ടും അമ്പൽ കടകല ജാലക്കട തലപൗഡ യേശുവരത്തം രത്തല ധീരം ചീരക്കടകെ ഓ ഹല്ലേലൂയ യേശുവരത്തം രത്തല ധീരെ ചീരബലൗടെ ഓ അന്തൽ കടകല ജാലക്കെട്ടും അമ്പൽ ബൗഡ അടബല ജീരെ അന്തല കടകെ ജീരക്കടക ഓ രത്തം ജയം രത്തം ജയം രത്തം ജയം രത്തം ജയം രത്തം ജയം രത്തം ജയം ജയം ജീരക്കടകല ജീരബല അന്തല ജീരബല ഉടെ സമ്പൽ കടകെ ഹല്ലേലൂയ ഓ രത്തം ജയം കൽവരി രത്തം യേശുവ രത്തം രത്തല ധീരം ജീരക്കെട്ടും അമ്പൽ കടകെ ഓ ഹല്ലേലൂയ 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 ആമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഓ രത്തല കടകല ജീര കടകല ജീര പൗഡ സമ്പല കടകം ജാലക്കെട്ടും അമ്പൽ പൗഡേശ്വരത്തോ ഓ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ശത്രുവിന്റെ സകലവിധ കോട്ടകളും അടിയട്ടെ. ആരാധനയോട് വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് വ്യാപരിക്കേട്ട് വെടിവെക്കപ്പെടേണ്ടത് ജനം ഈ ദേശത്ത് കർത്താവ് നിർത്തിയിരിക്കുന്നത്. വിവിധ മേഖലകളിൽ കൂടി കടന്നു പോകുന്നവർ ഇന്ന് ദൈവത്തിൽ ഒന്ന് ശക്തി പ്രാപിച്ച് ആത്മനിറവോടെ അന്തൽ കടകലം ചീരതാലകെട്ടും സമ്പലെ പൗടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയിൽ എന്ന ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ ശത്രു കൊണ്ടുവരുന്ന ഒരു തന്ത്രങ്ങളിൽ നീ അകപ്പെട്ടു പോകാതെ അവൻ കൊണ്ടുവരുന്ന ഭയത്തെ നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ ഇല്ലാതെയാക്കുവാനല്ല, നിന്നെ ഒന്നും ചെയ്യുവാൻ അവന് കഴിയത്തില്ല. അവന് കഴിയുന്നത് ഒന്ന് മാത്രമാണ്, നിന്നെ ഭയപ്പെടുത്തുവാൻ കഴിയോ, അല്ലെങ്കിൽ നിന്നെ തളർത്തി കഴിയുവാൻ കഴിയോ, നിന്റെ പ്രാർത്ഥന നിർത്തി കളയുവാൻ കഴിയോ, നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ കുറയ്ക്കുവാൻ കഴിയോ. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അന്തലെ ചിരതാലഘടക സമ്പൽ ബൗഡേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്തുകൊണ്ട് ദൈവപാദപീഠത്തിൽ ഒരു ശക്തി പ്രാപിക്കുവാൻ, ദൈവപാദപീഠത്തിൽ ഒരു ശക്തി പ്രാപിക്കുവാൻ കണ്ണീരോടെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കളെ, ഈ ദേശത്ത് ദൈവം നിർത്തിയിരിക്കുന്ന വേലയാണ്. ഹല്ലേലൂയ. അനേക എതിർപ്പുകൾ ഈ ആരാധനാലയത്തിൽ ആരംഭിക്കുമ്പോൾ ഈ ദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചതോ ദേശത്തിന് വേണ്ടി ഇടവിൽ നിന്നവർ അനേകർ ഈ ലോകം വിട്ട് പോയപ്പോൾ നമ്മൾ ചിലരെ ദൈവം പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമില്ലാത്തവരായി മാറരുത്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ അത് നീ വിശ്വസ്തനായിരിക്കണോ, നീ നീതി ഉള്ളവനായിരിക്കണോ. അടുത്ത വ്യക്തി നീതി ചെയ്തില്ലെങ്കിലോ അവൻ ചിലപ്പോൾ വീണു പോയാലോ നിന്നെ നിർത്തിയിരിക്കുന്ന ദൈവമുണ്ട്, നിന്നെ നോക്കുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഉള്ളുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ കർത്താവേ ഒരു വലിയ മാറ്റത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുമാറാകട്ടെ. ഒരു വലിയ അനുഗ്രഹം ഈ ദേശത്ത് കർത്താവിന് ചെയ്തെടുക്കുവാനുണ്ട്. ഒരു വലിയ വേല ഈ ദേശത്ത് ചെയ്തെടുക്കുവാനുണ്ട്. നമ്മുടെ ആലയത്തിൽ അന്യദേശത്തിൽ നിന്ന് കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളെ കാണുമ്പോഴും നമുക്ക് സന്തോഷമില്ലാതെയല്ല. നമ്മുടെ ചുറ്റുപാടുമായിരിക്കുന്ന ദേശങ്ങളുണ്ട് കർത്താവ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തെ നേടിയെടുക്കണം. ഹല്ലേലൂയ. ഈ ദേശത്ത് അനേകർ കടന്നു വരണം. നമ്മുടെ ജീവിതം നമ്മൾ ആക്കി വെച്ചിരിക്കുന്നവർക്ക് നമ്മൾ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയായിരിക്കുന്നു, നമ്മളെ ദേശത്ത് നമ്മൾ വിശ്വസ്തരായി നിൽക്കുവാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യോ. ദൈവം നിന്നെ കൈവിടുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ കരുതലും പരിപാലനം നിന്റെ തലമുറയുടെ മേലും നിന്റെ മേലും ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. ദൈവകരങ്ങളിൽ വരമേൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഇട്ടുകൊടുക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ചുകൊണ്ട് ഒരു പാട്ടിൻ്റെ വരിയും കൂടി 4 വരികൾ നമ്മൾക്ക് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. കണ്ണുകളെ അടച്ചാട്ടെ, കർത്താവിനെ ഒന്ന് നോക്കിയാട്ടെ. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ വഴികളുണ്ടല്ലോ, കർത്താവ് നമ്മളെ പരിപാലിച്ചതുണ്ടല്ലോ. നമ്മൾ വീണ് പോകാവുന്ന മേഖല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലേ പ്രിയരേ? നമ്മളെ ദൈവമാണ് പരിപാലിച്ചത്, ദൈവമാണ് നമ്മളെ സൂക്ഷിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളെ വിട്ടുപോയപ്പോൾ
നമുക്ക് ഹല്ലേലൂയ സഹായമുണ്ടെന്ന് പറയുന്നവര് നമ്മളിൽ നിന്ന് നീങ്ങി നിന്നപ്പോൾ ദൈവം നമ്മളെ സൂക്ഷിച്ചതൊന്ന് ഓർത്ത് കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് ഒന്ന് നോക്കിയേ. എൻ്റെ അപ്പാ അങ്ങ് നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ അങ്ങയുടെ മുന്നിലെ കണ്ണീരല്ലാതെ മറ്റൊന്നുമില്ല. എങ്കിലും ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരും തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കാതെ വിടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനന എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ബലഹീനന എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിൻ എത്ര മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിൻ എത്ര മധുരം. ഒരിക്കൽ കൂടി. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാം എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാം എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. നമ്മൾ ബലത്തോടെ നിർത്തിയതോർത്ത് കഴിഞ്ഞ കാലം ഹല്ലേലൂയ നമ്മൾ നടന്നു വന്ന വഴികളെ ഓർക്കുമ്പോൾ ഇന്ന് നമ്മളെ ബലത്തോടെ ദൈവത്തെ നിർത്തിയതോർത്ത് ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. മഹത്വത്തിന് യോഗ്യൻ അങ്ങ് മാത്രമാണ്. ശബ്ദമുയർത്തിക്കൊണ്ട് അതിരം തുറന്ന് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.